ഹായ്, വിങ്സ് അക്കാദമിയുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ 10ാം ക്ലാസ്സിലെ 5th ചാപ്റ്റർ ആയിട്ടുള്ള കോമ്പൗണ്ട്സ് ഓഫ് നോൺ മെറ്റൽസ്, അലോഹ സംയുക്തങ്ങൾ എന്ന ചാപ്റ്ററിലെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യാനായിട്ട് പോണേ. ഓക്കെ, അപ്പൊ നമ്മുടെ ക്രിസ്മസ് എക്സാമിന് ചോദിക്കുന്ന കുറേ ക്വസ്റ്റ്യൻസ് ആണ് എന്ന് വന്നേക്കുന്നത്. അപ്പൊ നമുക്ക് ഒട്ടും സമയം കളയാണ്ട് ക്വസ്റ്റിനോട്ട് പോവാം. നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. A few drops of concentrated sulfuric acid are added to blue colored copper sulfate. Blue colored, ആ ബ്ലൂ കളറിന്റെ അവിടെ ഒന്ന് മാർക്ക് ചെയ്യാം കേട്ടാ. ക്രിസ്റ്റൽ സ്റ്റേക്കണിനെ വാച്ച് ഗ്ലാസ് എന്താണ്? ഒരു വാച്ച് ഗ്ലാസ്സിൽ കോപ്പർ സൾഫേറ്റിന്റെ ക്രിസ്റ്റൽ, അത് കോപ്പർ സൾഫേറ്റ് എന്ന് പറഞ്ഞ സോൾട്ട് എടുത്തിട്ട് അതിന്റെ കളർ സ്പെസിഫൈ ചെയ്ത് പറഞ്ഞിട്ടുണ്ട്. കളർ എന്താണ്? ബ്ലൂ കളറാണ്. ബ്ലൂ കളറുള്ള കോപ്പർ സൾഫേറ്റ് ഒരു വാച്ച് ഗ്ലാസ്സിൽ എടുത്തിട്ട് അതിലേക്ക് നമ്മൾ ആരെ ആഡ് ചെയ്യാണ്? നമ്മുടെ സൾഫ്യൂരിക് ആസിഡ് ആഡ് ചെയ്യാണ്. ഒന്ന് നോക്കി, ഒരു ഫിഗർ നോക്കി, ഇതാണ് നമ്മുടെ ബ്ലൂ കളറുള്ള കോപ്പർ സൾഫേറ്റ്. അതിലേക്ക് വാച്ച് ഗ്ലാസ്സിൽ ബ്ലൂ കളറുള്ള ഈ കോപ്പർ സൾഫേറ്റ് എടുത്തതിന് ശേഷം അതിലേക്ക് നമ്മൾ കോൺസെൻട്രേറ്റഡ് ആയിട്ടുള്ള സൾഫ്യൂരിക് ആസിഡ് ആഡ് ചെയ്യാണ്. അപ്പൊ എന്താ പറ്റുക? ഈ ബ്ലൂ കളറുള്ള കോപ്പർ സൾഫേറ്റ് വൈറ്റ് കളറായിട്ട് മാറും. എന്താ പറ്റുക? ബ്ലൂ കളറുള്ള കോപ്പർ സൾഫേറ്റ് വൈറ്റ് കളറായിട്ട് മാറും. ഇവിടെ എന്താ സംഭവിച്ചേ? അതായത് കോപ്പർ സൾഫേറ്റ് എന്ന് പറഞ്ഞാല് CuSO4 5H2O ആണ് നമ്മുടെ കോപ്പർ സൾഫേറ്റ്. ഓക്കെ, ബ്ലൂ കളറുള്ള കോപ്പർ സൾഫേറ്റിന്റെ കെമിക്കൽ ഫോർമുലയാണ് എന്ത്? CuSO4 5H2O. ഈ വാട്ടർ എന്ന് പറയുന്നത് കെമിക്കലി കമ്പൈൻഡ് വാട്ടർ ആണ്. അതായത് കോപ്പർ സൾഫേറ്റിനോട് കൂടെ ഇരിക്കുന്ന കോപ്പർ സൾഫേറ്റുമായിട്ട് ബോണ്ടഡ് ആയിട്ടുള്ള വാട്ടർ ആണ് ഈ 5H2O എന്ന് പറയുന്നത്. ഈ 5H2O ഉള്ളത് കൊണ്ടാണ് ഇതിന് എന്ത് കളർ വന്നത്? ബ്ലൂ കളർ വന്നത്. അങ്ങനെയുള്ള കോപ്പർ സൾഫേറ്റിലേക്കാണ് നമ്മൾ കോൺസെൻട്രേറ്റഡ് സൾഫ്യൂരിക് ആസിഡ് ആഡ് ചെയ്തത്. സൾഫ്യൂരിക് ആസിഡിന് പ്രത്യേകത ഉണ്ട്. എന്താ പ്രത്യേകത? ഇതിന് വാട്ടർ ഭയങ്കര ഇഷ്ടമാണ്. അതായത് എവിടെയൊക്കെ വെള്ളം കണ്ടോ അതൊക്കെ പോയി എടുക്കും. അതായത് സൾഫ്യൂരിക് ആസിഡിന് വെള്ളം ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ എവിടെ വെള്ളം ഉണ്ടെങ്കിലും സൾഫ്യൂരിക് ആസിഡ് ഓടിപ്പോയിട്ട് ആ വെള്ളം അബ്സോർബ് ചെയ്യും, ആ വെള്ളം വലിച്ചെടുക്കും. ഓക്കെ, ഇവിടെ നോക്കിയേ, ഇവിടെ ആരുണ്ട്? 5H2O ഉണ്ട്. ഈ 5 വാട്ടർ മോളിക്യൂൾസിനെയും സൾഫ്യൂരിക് ആസിഡ് പോയി അബ്സോർബ് ചെയ്യും. ബാക്കി ഇവിടെ ആര് മാത്രം ഉണ്ടാവുള്ളൂ? കോപ്പർ സൾഫേറ്റ് മാത്രം ഉണ്ടാവുള്ളൂ. 5H2O ആരെടുത്തുകൊണ്ടുപോയി? സൾഫ്യൂരിക് ആസിഡ് എടുത്തുകൊണ്ടുപോയി. ഈ വെള്ളം ഉള്ളത് കൊണ്ടാണ് ഇതിന് ബ്ലൂ കളർ വന്നത്. വെള്ളം പോയപ്പോ ആ ബ്ലൂ കളർ ഇല്ലാണ്ടായി. ഓക്കെ, ഇനി ക്വസ്റ്റ്യൻ നോക്കാം. റൈറ്റ് ദ ഒബ്സർവേഷൻ. എന്താണ് ഒബ്സർവേഷൻ? നമ്മൾ എന്താ കണ്ടേ? അതായത് ബ്ലൂ കളറുള്ള കോപ്പർ സൾഫേറ്റ് വൈറ്റ് കളറായിട്ട് മാറി. ഓക്കെ, ബ്ലൂ കളർഡ് കോപ്പർ സൾഫേറ്റ് ചേഞ്ചസ് ടു വൈറ്റ് കളർ. Which property of sulfuric acid is exhibited here? സൾഫ്യൂരിക് ആസിഡിന്റെ ഒരുപാട് കെമിക്കൽ പ്രോപ്പർട്ടീസ്, ഒരുപാട് രാസഗുണങ്ങൾ നമുക്ക് പഠിക്കാനായിട്ടുണ്ട്. അതിൽ കളർ ചേഞ്ച് വരുന്നത് ഡിഹൈഡ്രേറ്റിംഗ് നേച്ചർ, നിർജ്ജലീകരണ സ്വഭാവത്തിന്റെ കേസിൽ മാത്രമാണ് കളർ ചേഞ്ച് വരുന്നത്. അപ്പൊ കളർ ചേഞ്ച് ഉണ്ടെങ്കിൽ ഉറപ്പിച്ചോ അല്ലെങ്കിൽ കണ്ണടച്ച് നമുക്ക് എഴുതാൻ എന്താണ് ഇവിടെ പറയുന്നത്? സൾഫ്യൂരിക് ആസിഡിന്റെ ഡിഹൈഡ്രേറ്റിംഗ് നേച്ചർ ആണ്, നിർജ്ജലീകരണ സ്വഭാവമാണ്. ഡിഹൈഡ്രേറ്റിംഗ് നേച്ചർ, നിർജ്ജലീകരണ സ്വഭാവമാണ് കാണിക്കുന്നത്. എന്താണെന്ന് വെച്ചാല്, അതായത് സൾഫ്യൂരിക് ആസിഡിന് വെള്ളം ഭയങ്കര ഇഷ്ടമാണ്. എവിടെ വെള്ളം ഉണ്ടെങ്കിലും സൾഫ്യൂരിക് ആസിഡ് അത് പോയി എടുത്തുകൊണ്ട് വരും. ഓക്കെ, വെള്ളം പോയപ്പോ അതിന്റെ കളർ അങ്ങോട്ട് മാറി. ബ്ലൂ കളറുള്ള കോപ്പർ സൾഫേറ്റ് വൈറ്റ് കളറായിട്ട് മാറി. വളരെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സൾഫ്യൂരിക് ആസിഡിന്റെ പ്രോപ്പർട്ടിയാണിത്. റിപ്പീറ്റ് ചെയ്തിട്ട് പല എക്സാമിനും ചോദിക്കാറുണ്ട്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. Write the name of the catalyst used in the industrial production of sulfuric acid. സൾഫ്യൂരിക് ആസിഡിന്റെ ഇൻഡസ്ട്രിയൽ പ്രൊഡക്ഷനിൽ യൂസ് ചെയ്യുന്ന കാറ്റലിസ്റ്റിന്റെ പേര്. എപ്പോഴും റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണിത്. വനേഡിയം പെന്റോക്സൈഡ്. സൾഫ്യൂരിക് ആസിഡിന്റെ ഇൻഡസ്ട്രിയൽ പ്രിപ്പറേഷനിൽ യൂസ് ചെയ്യുന്ന കാറ്റലിസ്റ്റിന്റെ പേരാണ് വനേഡിയം പെന്റോക്സൈഡ്, V2O5. രണ്ടെഴുതിയാൽ നമുക്ക് മാർക്ക് കിട്ടും കേട്ടോ. ഓക്കെ, a reversible reaction at equilibrium is given. ഓക്കെ, സന്തുലനാവസ്ഥയിലുള്ള ഒരു റിയാക്ഷൻ ആണ് കൊടുത്തിട്ടുള്ളത്. 2NO plus O2 gives 2NO2 plus heat. Write the equation of the forward reaction. എന്തായിരുന്നു ഇക്വേഷൻ? 2NO plus O2 gives 2NO2 plus heat. ഇതൊരു റിവേഴ്സിബിൾ റിയാക്ഷൻ ആണ്. നമുക്ക് ഈ ആരോ കണ്ടപ്പോൾ മനസ്സിലായി അല്ലെ? ആരോ കണ്ടപ്പോൾ മനസ്സിലായി. നമ്മുടെ റൈറ്റ് സൈഡിൽ ഉള്ളത് ഇപ്പൊ നിങ്ങൾ നോക്കുകയാണെങ്കിൽ നിങ്ങളുടെ ലെഫ്റ്റ് സൈഡിൽ റിയാക്ടൻസ് ആണ്, റൈറ്റ് സൈഡിൽ പ്രൊഡക്റ്റ് ആണ്. ലെഫ്റ്റ് സൈഡിൽ റിയാക്ടൻസ്, റൈറ്റ് സൈഡിൽ പ്രൊഡക്റ്റ് ആണ്. നമുക്കറിയാം റിയാക്ടന്റ് പ്രൊഡക്റ്റ് ആയിട്ട് മാറുന്ന റിയാക്ഷനാണ് നമ്മൾ ഫോർവേഡ് റിയാക്ഷൻ എന്ന് പറയുന്നത്. അഭികാരകങ്ങള് ഉൽപ്പന്നമായിട്ട് മാറുന്ന രാസപ്രവർത്തനത്തിനാണ് നമ്മൾ ഫോർവേഡ് റിയാക്ഷൻ എന്ന് പറയുന്നത്. ഉൽപ്പന്നം അഭികാരകമായിട്ട് മാറുന്ന റിയാക്ഷൻ നമ്മൾ ബാക്ക്വേർഡ് റിയാക്ഷൻ എന്ന് പറയുന്നു. ഓക്കെ, ഇത് റിയാക്ടൻസ് സൈഡ്, അല്ലെങ്കിൽ ഇതാണ് നമ്മുടെ അഭികാരങ്ങളുടെ വശം, ഇതാണ് നമ്മുടെ ഉൽപ്പന്നത്തിന്റെ വശം.
റിയാക്ടന്റ് പ്രൊഡക്റ്റ് ആയിട്ട് മാറുന്നതാണ് ഫോർവേഡ് റിയാക്ഷൻ. അഭികാരകം ഉൽപ്പന്നമായിട്ട് മാറുന്ന റിയാക്ഷനെ ഫോർവേഡ് റിയാക്ഷൻ പുരോപ്രവർത്തനം എന്നും, ഉൽപ്പന്നം അഭികാരകമായിട്ട് മാറുന്ന റിയാക്ഷനെ പശ്ചാത് പ്രവർത്തനം അല്ലെങ്കിൽ ബാക്ക്വേർഡ് റിയാക്ഷൻ എന്നും പറയുന്നു. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. റൈറ്റ് ദി ഇക്വേഷൻ ഓഫ് ദ ഫോർവേഡ് റിയാക്ഷൻ. ഫോർവേഡ് റിയാക്ഷൻ ഇക്വേഷൻ എഴുതാം. എന്താണ്? 2NOയും O2ഉം ചേർന്നിട്ട് 2NO2 ആയിട്ട് മാറുന്നു. റിയാക്ടൻസ് പ്രൊഡക്റ്റ് ആയിട്ട് മാറുന്ന ഈ സ്റ്റെപ്പാണ് നമ്മുടെ ഫോർവേഡ് റിയാക്ഷൻ, പുരോപ്രവർത്തനം എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഹൗ ഡു ദ ഫോളോയിങ് ചേഞ്ചസ് എഫക്ട് ദ റേറ്റ് ഓഫ് ഫോർവേഡ് റിയാക്ഷൻ? താഴെ പറയുന്ന മാറ്റങ്ങള് പുരോപ്രവർത്തന വേഗതയെ എങ്ങനെ സ്വാധീനിക്കുന്നു? പുരോപ്രവർത്തന വേഗതയെ എങ്ങനെ സ്വാധീനിക്കുന്നു? റേറ്റ് ഓഫ് റിയാക്ഷൻ എങ്ങനെ എഫക്ട് ചെയ്യുന്നു എന്ന് ചോദിച്ചാൽ റേറ്റ് ഓഫ് റിയാക്ഷൻ കൂടുമോ കുറയുമോ എന്നാണ് നമ്മൾ ആൻസറിൽ എഴുതേണ്ടത്. ആദ്യത്തെ കണ്ടീഷൻ നോക്കാം. ആഡിങ് മോർ എമൗണ്ട് ഓഫ് ഓക്സിജൻ. കൂടുതൽ ഓക്സിജൻ ആഡ് ചെയ്യുന്നു, അതായത് ഓക്സിജന്റെ അളവ് കൂട്ടുന്നു. ഈ അളവ് കൂട്ടിയ ആള് റിയാക്ടന്റ് ആണോ പ്രൊഡക്റ്റ് ആണോ നമ്മൾ ആദ്യം അന്വേഷിക്കണം. അളവ് കൂട്ടിയ ആള് അഭികാരകമാണോ ഉൽപ്പന്നമാണോ എന്നാണ് നമ്മൾ ആദ്യം ചെക്ക് ചെയ്യേണ്ടത്. ആരാണ് ആഡ് ചെയ്തത്? ഓക്സിജനാ. ഈ ഓക്സിജൻ എന്ന് പറയുന്ന ആള് റിയാക്ടന്റിന്റെ ഒപ്പാണോ പ്രൊഡക്റ്റിന്റെ ഒപ്പാണോ? റിയാക്ടന്റിന്റെ ഒപ്പാണ്. കണ്ടോ? ഓക്സിജൻ എന്ന് പറയുന്നത് ഒരു അഭികാരകമാണ്, ഒരു റിയാക്ടന്റ് ആണ്. നമ്മൾ പഠിച്ചിട്ടുണ്ട് റിയാക്ടന്റ് അളവ് കൂട്ടിയാല് ലെ ഷാട്ട്ലിയർ പ്രിൻസിപ്പിൾ അനുസരിച്ച് എന്ത് ചെയ്യും സിസ്റ്റം? റിയാക്ടന്റിന്റെ അളവ് കുറയ്ക്കാൻ ശ്രമിക്കും. റിയാക്ടന്റ് അളവ് കുറയ്ക്കാനുള്ള ഏക വഴി എന്താണ്? ഉള്ള റിയാക്ടന്റ് എത്രയും പെട്ടെന്ന് എന്താക്കി മാറ്റാം? പ്രൊഡക്റ്റ് ആക്കി മാറ്റാം. അതായത് റിയാക്ടൻസിന്റെ അളവ് അല്ലെങ്കിൽ അഭികാരങ്ങളുടെ അളവ് കൂട്ടിയാല് ഫോർവേഡ് റിയാക്ഷന്റെ വേഗത കൂടും, പുരോപ്രവർത്തനത്തിന്റെ നിരക്ക് കൂടുന്നു. ഇപ്പോഴേ പഠിച്ചു വെച്ചോളൂ. എന്താണ്? റിയാക്ടൻസിന്റെ അളവ് കൂടിയാല് ഫോർവേഡ് റിയാക്ഷൻ നടക്കും, റിയാക്ടൻസിന്റെ അളവ് കുറച്ചാല് ബാക്ക്വേർഡ് റിയാക്ഷൻ നടക്കും. അഭികാരകത്തിന്റെ അളവ് കൂടിയാല് പുരോപ്രവർത്തനം നടക്കുകയും അഭികാരകത്തിന്റെ അളവ് കുറച്ചാല് പശ്ചാത് പ്രവർത്തനം നടക്കുകയും ചെയ്യുന്നു. അതങ്ങോട്ട് പഠിച്ചു വെക്കാം. ഓക്കെ, അപ്പൊ ആദ്യം എന്താ നടക്കുക? ആദ്യത്തെ കണ്ടീഷനിൽ rate of forward reaction increases. Rate of forward reaction increases. Forward FR എന്നാണ് ടീച്ചർ എഴുതുന്നത് കേട്ടോ. Forward reaction increases. പുരോപ്രവർത്തന നിരക്ക് കൂടുന്നു. നെക്സ്റ്റ്, increasing the pressure. പ്രഷർ അല്ലെങ്കിൽ മർദ്ദം കൂട്ടുന്നു. പ്രഷറിന്റെ ഇൻഫ്ലുവൻസ് ചോദിച്ചാല് നിങ്ങൾ ഈ കാര്യം ബൈഹാർട്ട് ചെയ്ത് പഠിക്കുക. പ്രഷർ കൂട്ടുകയാണെങ്കിൽ മോളുകളുടെ എണ്ണം കുറയുന്ന റിയാക്ഷൻ നടക്കും. ഇത് അങ്ങോട്ട് പഠിച്ചു വെക്കുക കേട്ടാ. പ്രഷർ കൂട്ടിയാല് മോളുകളുടെ എണ്ണം കുറയുന്ന റിയാക്ഷൻ നടക്കും. അത് പഠിച്ചു വെക്കുക. പ്രഷർ കുറച്ചാലോ മോളുകളുടെ എണ്ണം കൂടുന്ന റിയാക്ഷൻ നടക്കും. ഇനി നമ്മൾ കണ്ടുപിടിക്കേണ്ടത് ഫോർവേഡ് റിയാക്ഷൻ നടക്കുമ്പോൾ മോളുകളുടെ എണ്ണം കൂടാണോ കുറയാണോ ചെയ്യുന്നത്, അതേപോലെ ബാക്ക്വേർഡ് റിയാക്ഷൻ നടക്കുമ്പോൾ മോളുകളുടെ എണ്ണം കൂടാണോ കുറയാണോ ചെയ്യുന്നത്, അതാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, അപ്പൊ പ്രഷറിന്റെ ഇൻഫ്ലുവൻസ് അല്ലെങ്കിൽ മർദ്ദത്തിന്റെ സ്വാധീനം ചോദിച്ചാല് ഇതേപോലെ ഇക്വേഷൻ ഒന്നും കൂടി എടുത്തെഴുതാം. ഓക്കെ, ഒന്നും കൂടി എടുത്തെഴുതാം. ഇനി എന്ത് ചെയ്യണം? റിയാക്ടൻസ് ആകെ എത്ര മോളുണ്ടെന്ന് കണ്ടുപിടിക്കണം, പ്രൊഡക്റ്റ് ആകെ എത്ര മോളുണ്ടെന്ന് കണ്ടുപിടിക്കണം. നോക്കിയേ, റിയാക്ടൻസ് മോളുകളുടെ എണ്ണം എന്ന് പറയുന്നത് അടിയിലുള്ള നമ്പർ അല്ല, ഓരോ കെമിക്കൽ ഫോർമുലയുടെയും ഫ്രണ്ടിലുള്ള നമ്പറിനാണ് നമ്മൾ മോളുകളുടെ എണ്ണം എന്ന് പറയുന്നത്. നോക്കിയേ, ഇവിടെ NO റിയാക്ടന്റ് ആണ് അല്ലെ. NO എത്ര മോളുണ്ട്? 2 മോളുണ്ട്. NO എത്ര മോളുണ്ട്? 2 മോളുണ്ട്. പ്ലസ് ഓക്സിജൻ O2 എത്ര മോളുണ്ട്? ഒന്നും ആയിട്ടില്ല. അതിനർത്ഥം എന്താണ്? 1 മോളാണ് ഉള്ളത്. മൊത്തം 3 മോളുണ്ട്. പ്രൊഡക്റ്റ് നോക്കിയാൽ നമ്മുടെ ആകെ ഒരു പ്രൊഡക്റ്റ് ഉള്ളൂ, അത് 2 മോളാണ് ഉള്ളത്. ഓക്കെ, അപ്പൊ നമ്മള് റിയാക്ടന്റ് ആകെ എത്ര മോളുണ്ടെന്ന് കണ്ടുപിടിച്ചു, പ്രൊഡക്റ്റ് ആകെ എത്ര മോളുണ്ടെന്ന് കണ്ടുപിടിച്ചു. മോളുകളുടെ എണ്ണം കണ്ടുപിടിക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണം. എല്ലാവരും ഗ്യാഷ്യസ് സ്റ്റേറ്റിലുള്ള ആൾക്കാരുടെ എണ്ണം മാത്രം നമ്മൾ നോക്കിയാൽ മതി. കാരണം ഗ്യാഷ്യസ് സ്റ്റേറ്റിലുള്ള ആൾക്ക് മാത്രമേ എന്തുള്ളൂ? മർദ്ദം അല്ലെങ്കിൽ പ്രഷർ ഉള്ളൂ. നമ്മൾ സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ മോളുകളുടെ എണ്ണം നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ ഈ റിയാക്ടൻസിന്റെയും പ്രൊഡക്റ്റിന്റെ ഒക്കെ ബ്രാക്കറ്റിൽ G ഉണ്ടോ നോക്കാം. G ഉള്ളവരെണ്ണം മാത്രം നമ്മൾ എടുത്താൽ മതി. ഓക്കെ, ഗ്യാഷ്യസ് സ്റ്റേറ്റിലുള്ള ആൾക്കാർക്ക് മാത്രമേ മർദ്ദം അല്ലെങ്കിൽ പ്രഷർ ഉള്ളൂ. അപ്പൊ റിയാക്ടന്റ് 3 മോളുണ്ട്, പ്രൊഡക്റ്റ് 2 മോളുണ്ട്. ഫോർവേഡ് റിയാക്ഷൻ എന്ന് വെച്ചാൽ എന്താ അർത്ഥം? ഫോർവേഡ് റിയാക്ഷൻ എന്ന് വെച്ചാൽ റിയാക്ടൻസ് പ്രൊഡക്റ്റ് ആയിട്ട് മാറാം. അതായത് ഇവിടെ ഫോർവേഡ് റിയാക്ഷൻ നടക്കുമ്പോൾ 3 മോള് 2 മോളായിട്ട് മാറുന്നു. ഇനി ബാക്ക്വേർഡ് റിയാക്ഷൻ എന്ന് വെച്ചാൽ BR, ബാക്ക്വേർഡ് റിയാക്ഷൻ എന്ന് വെച്ചാൽ എന്താ അർത്ഥം?
പുരോപ്രവർത്തനം, പശ്ചാത്പ്രവർത്തനം കേട്ടാ. ബാക്ക്വേർഡ് റിയാക്ഷൻ വെച്ച് എന്താ അർത്ഥം? പ്രൊഡക്റ്റ് റിയാക്ടന്റ് ആയിട്ട് മാറാ, ഉൽപ്പന്നം അഭികാരകമായിട്ട് മാറാ. ഇവിടെ ബാക്ക്വേർഡ് റിയാക്ഷൻ നടക്കുമ്പോ 2 മോള് 3 മോളായിട്ടാണ് മാറുന്നത്. ഇനി നമ്മുടെ കണ്ടീഷൻ നോക്കാം. എന്താ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്? ഇൻക്രീസ് ഇൻ പ്രഷർ, പ്രഷർ കൂട്ടിയാല് ഫോർവേഡ് റിയാക്ഷൻ നടക്കും, ബാക്ക്വേർഡ് റിയാക്ഷൻ നടക്കും, നമ്മൾ കണ്ടുപിടിക്കണം. നമ്മൾ പഠിച്ചിട്ടുണ്ട് പ്രഷർ കൂട്ടാണെങ്കിൽ മോളുകളുടെ എണ്ണം കുറയുന്ന റിയാക്ഷൻ ആണ് നടക്കുക. മോളുകളുടെ എണ്ണം കുറയുന്ന റിയാക്ഷൻ ആണ് നടക്കുക. ഇവിടെ നോക്കി, ഫോർവേഡ് റിയാക്ഷൻ നടക്കുമ്പോഴാണോ ബാക്ക്വേർഡ് റിയാക്ഷൻ നടക്കുമ്പോഴാണോ മോളുകളുടെ എണ്ണം കുറയണത്? ഫോർവേഡ് റിയാക്ഷൻ നടക്കുമ്പോ അല്ലേ? ഓക്കെ, അപ്പോ മോളുകളുടെ എണ്ണം കുറയുന്ന റിയാക്ഷൻ ആയിട്ടുള്ള ഫോർവേഡ് റിയാക്ഷൻ ആണ് ഇവിടെ നടക്കുക. ഓക്കെ, പ്രഷർ കൂട്ടിയാൽ അപ്പോ ഫോർവേഡ് റിയാക്ഷന്റെ റേറ്റ് അല്ലെങ്കിൽ നിരക്ക് കൂടും. ഓക്കെ, വളരെ സിമ്പിൾ ആണ്. പ്രഷറിന്റെ ഇൻഫ്ലുവൻസ് ചോദിച്ചാല് ആദ്യം ഇക്വേഷൻ ഒന്നും കൂടി എടുത്ത് എഴുതാം. അഭികാരങ്ങൾ ആകെ എത്ര മോളുണ്ടെന്ന് നോക്കാം, ഉൽപ്പന്നം ആകെ എത്ര മോളുണ്ടെന്ന് നോക്കാം. മോളുകളുടെ എണ്ണം എണ്ണുമ്പോ ബ്രാക്കറ്റിൽ ജി ഉള്ളവരുടെ എണ്ണം മാത്രം എണ്ണിയാൽ മതി. ഇനി ഫോർവേഡ് റിയാക്ഷൻ നടക്കുമ്പോ മോളുകളുടെ എണ്ണത്തിൽ എന്ത് ചേഞ്ച് ആണ് സംഭവിക്കുന്നത് എഴുതാ. ബാക്ക്വേർഡ് റിയാക്ഷൻ പശ്ചാത്പ്രവർത്തനം നടക്കുമ്പോ മോളുകളുടെ എണ്ണത്തിൽ എന്ത് ചേഞ്ച് ആണ് ഉണ്ടാവുന്നത് എഴുതാം. ഇത് നമ്മൾ പഠിച്ച കാര്യം ഓർക്കാം. ഓക്കെ, എളുപ്പത്തില് ആൻസർ എഴുതാനായിട്ട് പറ്റും. വാട്ട് ഈസ് ദ എഫക്ട് ഓഫ് കാറ്റലിസ്റ്റ് ഇൻ ദ റിവേഴ്സിബിൾ റിയാക്ഷൻ അറ്റ് ഇക്വിലിബ്രിയം? ഇക്വിലിബ്രിയത്തിലായിരിക്കുമ്പോൾ കാറ്റലിസ്റ്റിന്റെ ഇൻഫ്ലുവൻസ് എന്താണ്? ഇക്വിലിബ്രിയത്തിലായിരിക്കുമ്പോൾ കാറ്റലിസ്റ്റ് അല്ലെങ്കിൽ ഉൾപ്രേരകത്തിന് ഒരു ഇൻഫ്ലുവൻസും ഇല്ല. കാറ്റലിസ്റ്റിന്റെ ഫംഗ്ഷൻ എന്താണ്? കാറ്റലിസ്റ്റിന് ഫോർവേഡ് റിയാക്ഷൻ സ്പീഡ് മാത്രമായിട്ട് കൂട്ടാനോ, അല്ലെങ്കിൽ ഫോർവേഡ് റിയാക്ഷൻ റേറ്റ് മാത്രമായിട്ട് കുറയ്ക്കാനോ, അല്ലെങ്കിൽ ബാക്ക്വേർഡ് റിയാക്ഷൻ റേറ്റ് മാത്രമായിട്ട് കുറയ്ക്കാനോ, അല്ലെങ്കിൽ ബാക്ക്വേർഡ് റിയാക്ഷൻ റേറ്റ് മാത്രമായിട്ട് കുറയ്ക്കാനൊന്നും പറ്റില്ല. കാറ്റലിസ്റ്റ് നമ്മൾ യൂസ് ചെയ്യണം എന്തിനാണ്? അവർ ഫോർവേഡ് റിയാക്ഷന്റെ റേറ്റും ബാക്ക്വേർഡ് റിയാക്ഷന്റെ റേറ്റും ഒരുപോലെ കൂട്ടിയിട്ട് പുരോപ്രവർത്തന നിരക്കും പശ്ചാത്പ്രവർത്തന നിരക്കും ഒരുപോലെ കൂട്ടിയിട്ട് എത്രയും പെട്ടെന്ന് ഇക്വിലിബ്രിയം അറ്റൈൻ ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും. അല്ലാണ്ട് വൺസ് ഇക്വിലിബ്രിയം അറ്റൈൻ ചെയ്ത് കഴിഞ്ഞാൽ അവിടെ കാറ്റലിസ്റ്റ് അല്ലെങ്കിൽ ഉൾപ്രേരകത്തിന് യാതൊരുവിധ ഇൻഫ്ലുവൻസും ഇല്ല. അത് ഓർത്തു വെച്ചോളണം കേട്ടാ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഫിനോഫ്തലിൻ ഈസ് പിങ്ക് ഇൻ കളർ ഇൻ ദ സൊല്യൂഷൻ ഓഫ് അമോണിയ. അമോണിയയുടെ സൊല്യൂഷനിൽ ഫിനോഫ്തലിന് പിങ്ക് കളറാണ്. അമോണിയ ഇൻ വാട്ടർ. ദിസ് ഷോസ് ദാറ്റ് അമോണിയ ഈസ് ഡാഷ് ഇൻ നേച്ചർ. അത് അമോണിയയുടെ എന്ത് നേച്ചറിനെയാണ് കാണിക്കണത്? പിങ്ക് കളർ. ഫിനോഫ്തലിന് പിങ്ക് കളർ എവിടെയാണ് ഉണ്ടാവുക? ബേസിക് നേച്ചർ ആണ് കേട്ടോ. ബേസിക് നേച്ചർ ഉള്ള സൊല്യൂഷനിലാണ് ഫിനോഫ്തലിൻ പിങ്ക് കളർ കാണിക്കുന്നത്. അപ്പൊ നമുക്ക് എന്ത് മനസ്സിലായി? അമോണിയ ഈസ് ബേസിക് ഇൻ നേച്ചർ. അമോണിയക്ക് ബേസിക് നേച്ചർ ആണ്. ഓക്കെ, ആൽക്കലിയാണ്. അമോണിയ ഒരു ആൽക്കലിയാണ്, ക്ഷാര സ്വഭാവമാണെന്ന് മനസ്സിലായി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, concentrated sulfuric acid forms nitric acid on reaction with nitrate salt. Nitrate salt ആയിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ സൾഫ്യൂരിക് ആസിഡ് നൈട്രിക് ആസിഡ് ഉണ്ടാക്കുന്നു. The chemical equation showing the reaction is given. അതിനെ സംബന്ധിക്കുന്ന ആ റിയാക്ഷന്റെ കെമിക്കൽ ഇക്വേഷൻ ആണ് കൊടുത്തിട്ടുള്ളത്. Which sodium salt is used to get the hydrochloric acid in the same manner? ഇതേപോലെ ഹൈഡ്രോക്ലോറിക് ആസിഡ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഏത് സോഡിയം സോൾട്ട്, സോഡിയത്തിന്റെ ഏത് സാൾട്ട് ഉപയോഗിക്കുന്നതാണ് ക്വസ്റ്റ്യൻ. നമുക്കറിയാം നമ്മുടെ ഈ സൾഫ്യൂരിക് ആസിഡ് കിങ് ഓഫ് ആസിഡ്സ് എന്നുള്ള പേരിലാണ് അറിയപ്പെടുന്നത്. അതായത് ബാക്കി എല്ലാ ആസിഡും നമുക്ക് ഈ സൾഫ്യൂരിക് ആസിഡിൽ നിന്ന് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും. ഓക്കെ, സൾഫ്യൂരിക് ആസിഡ് ഒരു സോൾട്ട് ആയിട്ട് റിയാക്ട് ചെയ്താൽ അത് ഏത് ആസിഡിന്റെ സോൾട്ട് ആണോ ആസിഡ് ഉണ്ടാക്കാൻ പറ്റും. ഓക്കെ, നൈട്രേറ്റ് സോൾട്ട്, സോൾട്ട് എന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആണെങ്കിൽ ഇത്ര ആലോചിച്ചാൽ മതി. NO3 ഉള്ള ഏത് കോമ്പൗണ്ട് ആയിട്ട് സൾഫ്യൂരിക് ആസിഡ് റിയാക്ട് ചെയ്താലും അവിടെ നൈട്രിക് ആസിഡ് ഉണ്ടാവും. അതേപോലെ ക്ലോറിൻ ഉള്ള ഏത് കോമ്പൗണ്ട്, ഏത് സോൾട്ട് ആയിട്ട് സൾഫ്യൂരിക് ആസിഡ് റിയാക്ട് ചെയ്താലും അവിടെ ഹൈഡ്രോക്ലോറിക് ആസിഡ് ഉണ്ടാവും. അത് ഓർത്ത് വെക്കാട്ടാ. NO3 ഉള്ള, ഇവിടെ കണ്ട ഇവിടെ NO3 ഉണ്ട്. NO3 ഉള്ള ഏത് കോമ്പൗണ്ട്, ഏത് സോൾട്ട് ആയിട്ട് സൾഫ്യൂരിക് ആസിഡ് റിയാക്ട് ചെയ്താലും നൈട്രിക് ആസിഡ് ഉണ്ടാവും. അതേപോലെ ക്ലോറിൻ ഉള്ള ഏത് കോമ്പൗണ്ട് അല്ലെങ്കിൽ ഏത് സോൾട്ട് ആയിട്ട് സൾഫ്യൂരിക് ആസിഡ് റിയാക്ട് ചെയ്താലും അവിടെ ഹൈഡ്രോക്ലോറിക് ആസിഡ് ഉണ്ടാവും. ഇവിടെ ചോദിച്ചേക്ക് നോക്കിയേ, വിച്ച് സോഡിയം സാൾട്ട് ഈസ് യൂസ്ഡ് ടു ഗെറ്റ് ഹൈഡ്രോക്ലോറിക് ആസിഡ്? ഏത് സോഡിയം സോൾട്ട് യൂസ് ചെയ്താലാണ് നമുക്ക് ഹൈഡ്രോക്ലോറിക് ആസിഡ് കിട്ടുക? അപ്പൊ സോഡിയം സാൾട്ട് എന്ന് പറയുമ്പോൾ അവിടെ ആരുണ്ടെന്ന് ഉറപ്പിച്ചോ? സോഡിയം ഉണ്ട്. ഓക്കെ, ഹൈഡ്രോക്ലോറിക് ആസിഡ് ആണ് കിട്ടണമെങ്കിൽ അവിടെ ആരുണ്ടാവണം? ക്ലോറിൻ ഉണ്ടാവണം. സോഡിയം ക്ലോറിൻ ഉള്ള ഒരു ക്ലോറൈഡ് സോൾട്ട് ഏതാണ്? സോഡിയം ക്ലോറൈഡ്. എളുപ്പമല്ലേ? ഓക്കെ, അപ്പൊ ഈ സോഡിയം ക്ലോറൈഡിലേക്ക് നമ്മൾ ഈ പറയുന്ന സൾഫ്യൂരിക് ആസിഡ് ആഡ് ചെയ്താല്, സോഡിയം ക്ലോറൈഡ് എന്ന് പറയുമ്പോൾ ഒരു ക്ലോറൈഡ് സോൾട്ട് ആണ്, അല്ലെങ്കിൽ സൾഫ്യൂരിക് ആസിഡ് ആഡ് ചെയ്താൽ നമുക്ക് ആരെ കിട്ടും? ഹൈഡ്രോക്ലോറിക് ആസിഡ് കിട്ടും. അടുത്ത പ്രൊഡക്റ്റ് എഴുതാൻ എളുപ്പമാണ്. ഇവിടെ എണ്ണയും ബാക്കിയുണ്ട് അല്ലെ? ഇവിടെ ബാക്കിയുള്ള എണ്ണയും
എച്ചും SO4ഉം ചേർന്നിട്ട് NaHSO4 ആയിട്ട് മാറി. നിങ്ങൾ ഇത്ര ഓർത്ത് വയ്ക്കുക. NO3 ഉള്ള സോൾട്ട് ആയിട്ട് സൾഫ്യൂരിക് ആസിഡ് റിയാക്ട് ചെയ്താൽ നൈട്രിക് ആസിഡ് ഉണ്ടാവും. Cl ഉള്ള സോൾട്ട് ആയിട്ട് റിയാക്ട് ചെയ്താൽ ഹൈഡ്രോക്ലോറിക് ആസിഡ് ഉണ്ടാവും. വളരെ സിമ്പിൾ ആണ്, വളരെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. പഠിച്ചു വെക്കുക. ആ റിയാക്ഷന്റെ ഇക്വേഷൻ ഇതാണ് അടുത്ത ക്വസ്റ്റ്യൻ. നമ്മൾ ഓൾറെഡി അത് എഴുതിയിട്ടുണ്ട് കേട്ടോ. ഓക്കെ, ഒരു ഇക്വേഷൻ തന്നിട്ടുണ്ട്. H2 + I2 gives 2HI. ഇതൊരു റിവേഴ്സിബിൾ റിയാക്ഷൻ ആണ്, ഒരു ഉഭയദിശാ രാസപ്രവർത്തനമാണ്. What is the total number of moles of reactants and product in the above equation? മോളിലുള്ള ഇക്വേഷൻ ടീച്ചർ ഒന്നും കൂടി എടുത്ത് എഴുതാം. H2 + I2 gives 2HI. ഓക്കെ, ആദ്യം തന്നെ റിയാക്ടന്റ് ആകെ എത്ര മോൾ ഉണ്ടെന്ന് നോക്കാം, പ്രൊഡക്റ്റ് ആകെ എത്ര മോൾ ഉണ്ടെന്ന് നോക്കാം. ഹൈഡ്രജന്റെ ഫ്രണ്ടിൽ ഒരു നമ്പർ ഉള്ള, അതിനകത്ത് എത്രയാണ്? 1 മോളാണുള്ളത്. അയോഡിന്റെ ഫ്രണ്ടിൽ ഒരു നമ്പർ ഉള്ള, അതിനർത്ഥം എന്താണ്? അയോഡിനും 1 മോളാണുള്ളത്. മൊത്തം 2 മോള്. ഓക്കെ, ഇനി ഇവരൊക്കെ ഗ്യാസ് സ്റ്റേറ്റിലാണ് കേട്ടോ. ബ്രാക്കറ്റിൽ G ഉള്ള ഒരെണ്ണം മാത്രം എടുത്താൽ മതി. 2HI എന്ന് പറയുമ്പോൾ ഇവിടെ എത്ര മോളുണ്ട്? HI 2 മോളുണ്ട്. ഓക്കെ, അപ്പൊ റിയാക്ടന്റ് ആകെ എത്ര മോളുണ്ടെന്ന് കണ്ടുപിടിച്ചു, പ്രൊഡക്റ്റ് ആകെ എത്ര മോളുണ്ടെന്ന് കണ്ടുപിടിച്ചു, അഭികാരകം ആകെ എത്ര മോളുണ്ടെന്ന് കണ്ടുപിടിച്ചു, ഉൽപ്പന്നം ആകെ എത്ര മോളുണ്ടെന്ന് കണ്ടുപിടിച്ചു. അടുത്ത് നോക്കാം. വാട്ട് ഈസ് ദ എഫക്ട് ഓഫ് പ്രഷർ ഇൻ ദിസ് റിവേഴ്സിബിൾ റിയാക്ഷൻ? എക്സ്പ്ലെയിൻ. ഈ ഉഭയദിശാ രാസപ്രവർത്തനത്തില് മർദ്ദത്തിന്റെ സ്വാധീനം കണ്ടുപിടിക്കുക. നമ്മൾ ഓൾറെഡി പറഞ്ഞു, മർദ്ദം അല്ലെങ്കിൽ പ്രഷറിന് ഇൻഫ്ലുവൻസ് ഉണ്ടാവണമെങ്കിൽ അവിടെ റിയാക്ടന്റ് സൈഡിലുള്ള മോളുകളുടെ എണ്ണത്തിലും പ്രൊഡക്റ്റ് സൈഡിലുള്ള മോളുകളുടെ എണ്ണത്തിലും എന്തെങ്കിലും വ്യത്യാസം ഉണ്ടാവണം. ഓക്കെ, അഭികാരകങ്ങളുടെ വശത്തുള്ള മോളുകളുടെ എണ്ണം അല്ലെങ്കിൽ തന്മാത്രകളുടെ എണ്ണത്തിലും ഉൽപ്പന്നത്തിന്റെ വശത്തുള്ള തന്മാത്രകളുടെ എണ്ണം അല്ലെങ്കിൽ മോളുകളുടെ എണ്ണത്തിലും എന്തെങ്കിലും വ്യത്യാസം ഉണ്ടെങ്കിൽ മാത്രമേ അവിടെ പ്രഷറിന് ഇൻഫ്ലുവൻസ് ഉണ്ടാവുള്ളൂ. ഇവിടെ നോക്കിയേ, നമ്പർ ഓഫ് മോൾസ് ഓഫ് റിയാക്ടന്റ് ഈക്വൽ ടു നമ്പർ ഓഫ് മോൾസ് ഓഫ് പ്രൊഡക്റ്റ്. അഭികാരങ്ങളുടെ വശത്തുള്ള മോളുകളുടെ എണ്ണവും ഉൽപ്പന്നത്തിന്റെ വശത്തുള്ള മോളുകളുടെ എണ്ണവും തുല്യമാണ്, ഈക്വൽ ആണ്. അതിനർത്ഥം എന്താ? ഇവിടെ പ്രഷർ അല്ലെങ്കിൽ മർദ്ദത്തിന് യാതൊരുവിധ ഇൻഫ്ലുവൻസും ഇല്ല. ഓക്കെ, നമ്പർ ഓഫ് മോൾസ് ഓഫ് റിയാക്ടന്റ് ഈക്വൽ ടു നമ്പർ ഓഫ് മോൾസ് ഓഫ് പ്രൊഡക്റ്റ്. അതുകൊണ്ട് തന്നെ ഇവിടെ എന്തിനും ഇൻഫ്ലുവൻസ് ഇല്ല, പ്രഷർ അല്ലെങ്കിൽ മർദ്ദത്തിന് യാതൊരുവിധ ഇൻഫ്ലുവൻസും ഇല്ല. ഓക്കെ, പ്രഷറിന്റെ ഇൻഫ്ലുവൻസ് ചോദിച്ചാൽ അപ്പൊ തന്നെ നിങ്ങൾ നമ്പർ ഓഫ് മോൾസ് കണ്ടുപിടിക്കണം കേട്ടോ. Which is the white precipitate obtained when few drops of barium chloride solution are added to dilute sodium sulfate solution. നേർപ്പിച്ച സോഡിയം സൾഫേറ്റ് ലായനിയിലേക്ക് ഏതാനും തുള്ളി ബേരിയം ക്ലോറൈഡ് ഉണ്ടാകുമ്പോൾ ഉണ്ടാകുന്ന വെളുത്ത അവക്ഷിപ്തം എന്ത്? കേൾക്കുമ്പോൾ നമുക്കൊന്നും മനസ്സിലാവില്ല അല്ലെ? അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ഈ പറഞ്ഞിട്ടുള്ള സാധനങ്ങൾ ഒരു ഇക്വേഷൻ പോലെ എഴുതി വെക്കുക. എന്താ പറഞ്ഞേക്കണേ? സോഡിയം സൾഫേറ്റിലേക്ക്, സോഡിയം സൾഫേറ്റ് എന്ന് പറയുമ്പോൾ അതിന്റെ കെമിക്കൽ ഫോമുല എന്താ വരാ? Na2SO4. സോഡിയം സൾഫേറ്റിലേക്ക് നമ്മൾ ആഡ് ചെയ്യാണ്? ബേരിയം ക്ലോറൈഡ് ആഡ് ചെയ്യാണ്. ആഡ് ചെയ്യാണ്? BaCl2 ബേരിയം ക്ലോറൈഡ് ആഡ് ചെയ്യാണ്. അപ്പൊ കിട്ടുന്ന വൈറ്റ് കളറുള്ള precipitate എന്ത് എന്നാണ് ക്വസ്റ്റ്യൻ. നോക്കിയേ, ബേരിയം ക്ലോറൈഡ് ആഡ് ചെയ്യണ ഒരേ ഒരു എക്സ്പെരിമെന്റ് നമുക്ക് ഈ ചാപ്റ്ററിൽ പഠിക്കാനുള്ളൂ. എന്താണ്? നമ്മുടെ ചാപ്റ്ററിന്റെ അവസാനം സൾഫേറ്റ് അയോണിന് അല്ലെങ്കിൽ സൾഫേറ്റ് ലവണത്തിന്, സൾഫേറ്റ് സോൾട്ടിനെ എങ്ങനെ കണ്ടുപിടിക്കാം എന്നും പറഞ്ഞൊരു എക്സ്പെരിമെന്റ് ഉണ്ട്. ആ എക്സ്പെരിമെന്റിൽ മാത്രമാണ് നമ്മൾ ഇവിടെ ബേരിയം ക്ലോറൈഡിനെ കുറിച്ച് പഠിക്കുന്നുള്ളൂ അല്ലെ? അതായത് സൾഫേറ്റ് അയോണിന് അല്ലെങ്കിൽ സൾഫേറ്റ് സോൾട്ടിന് തിരിച്ചറിയാനുള്ള, ഐഡന്റിഫൈ ചെയ്യാനുള്ള ഒരു എക്സ്പെരിമെന്റ് ആണ്. തന്നിട്ടുള്ള സോൾട്ടിലേക്ക് നമ്മൾ ബേരിയം ക്ലോറൈഡ് ആഡ് ചെയ്യും. അപ്പോ തന്നിട്ടുള്ള സോൾട്ടില് സൾഫേറ്റ് ഉണ്ട് എങ്കിൽ അവിടെ എന്തുണ്ടാവും? ഒരു വൈറ്റ് precipitate ഉണ്ടാവും. ആരാണ് ആ വൈറ്റ് precipitate? അല്ലെങ്കിൽ എങ്ങനെയാണ് ആ വൈറ്റ് precipitate ഉണ്ടാവുന്നത്? ഇത്രേ ഉള്ളൂ. നമ്മൾ ഈ പറയുന്ന ബേരിയം, ഓക്കെ, അതിന്റെ ഒരു കൂടെയാണ് ആരാണുള്ളത്? ക്ലോറിൻ ആണുള്ളത്. അതിന്റെ ഇപ്പുറത്തെ സൈഡിൽ തന്നെ ആരുണ്ട്? സൾഫേറ്റ് ഉണ്ട്. ഇങ്ങനെ ആലോചിച്ച് വെക്കുക കേട്ടാ. ബേരിയം, അതിന്റെ ഒരു സൈഡിൽ ആരുണ്ട്? ക്ലോറിൻ ഉണ്ട്. ഇപ്പുറത്തെ സൈഡിലാണ് ആരുള്ളത്? സൾഫേറ്റ് ഉള്ളത്. ഈ ബേരിയത്തിന് ക്ലോറിനേക്കാളും ഇഷ്ടം ആരെയാണ്? സൾഫേറ്റിനെയാണ്. അപ്പൊ സൾഫേറ്റ് എടുത്ത് വന്നപ്പോ ബേരിയം എന്ത് ചെയ്തു? ക്ലോറിനെ വിട്ടിട്ട് ഈ സൾഫേറ്റ് ആയിട്ട് ചേർന്നു. ക്ലോറിനെ വിട്ടിട്ട് ഈ സൾഫേറ്റ് ആയിട്ട് ചേർന്നു. അപ്പൊ എന്തുണ്ടായി? ബേരിയം സൾഫേറ്റ് ഉണ്ടായി. സൾഫേറ്റ് ആയിട്ട് ചേർന്നു. അപ്പൊ എന്തുണ്ടായി? ബേരിയം സൾഫേറ്റ് ഉണ്ടായി. ബേരിയം സൾഫേറ്റ് ഉണ്ടായി. ഇനി ഇവിടെ ബാക്കി ആരൊക്കെയുള്ള നോക്കിയേ. ഓക്കെ, അപ്പൊ ബേരിയം സൾഫേറ്റ് എടുത്തു വന്നപ്പോ ആരായിട്ട് ചേർന്നു? ബേരിയം സൾഫേറ്റ് ആയിട്ട് ചേർന്നിട്ട് ബേരിയം സൾഫേറ്റ് ആയിട്ട് മാറി. അപ്പൊ സോഡിയം ഒറ്റയ്ക്കായി, ക്ലോറിനും ഒറ്റയ്ക്കായി. ഈ ഒറ്റയ്ക്കായിട്ടുള്ള സോഡിയവും ക്ലോറിനും ചേർന്നിട്ട് സോഡിയം ക്ലോറൈഡ് ആയിട്ട് മാറും. അപ്പൊ ഈ ബേരിയം സൾഫേറ്റ് ആണ് നമുക്ക് വൈറ്റ് കളർ precipitate ആയിട്ട് കിട്ടുന്നത്. ഈ വൈറ്റ് കളർ precipitate ആയിട്ട് കിട്ടുന്ന ആരെയാണ്? ബേരിയം സൾഫേറ്റിനാണ് കേട്ടോ.
അപ്പൊ സോഡിയം സൾഫേറ്റിലേക്ക് ബേരിയം ക്ലോറൈഡ് ആഡ് ചെയ്തപ്പോ ബേരിയം സൾഫേറ്റ് ഉണ്ടായി. ഈ ബേരിയം സൾഫേറ്റ് ആണ് വൈറ്റ് കളർ precipitate ആയിട്ട് നമുക്ക് കിട്ടുന്നത്. വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇക്വേഷൻ അടക്കം പഠിച്ചു വെച്ചോളണം കേട്ടാ. അടുത്ത നോക്കാം. അനലൈസ് ദ ഗിവൺ കെമിക്കൽ ഇക്വേഷൻ ആൻഡ് ആൻസർ ദ ഫോളോയിങ് ക്വസ്റ്റ്യൻ. തന്നിട്ടുള്ള കെമിക്കൽ ഇക്വേഷൻ അനലൈസ് ചെയ്തിട്ട് ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതുക. എന്താണ് ഇക്വേഷൻ? C12H22O11. ഇതാണ് നമ്മുടെ ഷുഗർ പഞ്ചസാര. അതിലേക്ക് നമ്മൾ ആഡ് ചെയ്യാണ്? കോൺസെൻട്രേറ്റഡ് സൾഫ്യൂരിക് ആസിഡിനെ ആഡ് ചെയ്യാണ്. എന്താ പറ്റുക? സൾഫ്യൂരിക് ആസിഡിന് ഒരു പ്രത്യേകത ഉണ്ട്. നമ്മൾ പറഞ്ഞു അല്ലെ, സൾഫ്യൂരിക് ആസിഡിന് വെള്ളത്തിന് ഭയങ്കര ഇഷ്ടമാണ്. വാട്ടർ ലവിങ് സബ്സ്റ്റൻസ് ആണ്. എവിടെയൊക്കെ വെള്ളം ഉണ്ടോ ആ വെള്ളത്തിനൊക്കെ ഇത് പോയി പിടിച്ചോണ്ട് വരും. ഇവിടെ വെള്ളത്തിന് വെള്ളമായിട്ടൊന്നും ആൾക്ക് വേണമെന്നില്ല. ഹൈഡ്രജനും ഓക്സിജനും ഉണ്ടെങ്കിൽ ഈ പറയുന്ന ഹൈഡ്രജനെയും ഓക്സിജനെയും 2:1 എന്ന റേഷ്യോയില് അബ്സോർബ് ചെയ്ത് മാറ്റാനായിട്ട് ആർക്ക് പറ്റും? സൾഫ്യൂരിക് ആസിഡിന് പറ്റും. നോക്കിയേ, പഞ്ചസാരയിൽ ശരിക്കും വെള്ളം ഉണ്ടോ? ഇല്ല. വെള്ളം വിസിബിൾ ആയിട്ട് അവിടെ വെള്ളമില്ല. പക്ഷെ അവിടെ ആരുണ്ട്? ഹൈഡ്രജൻ ഉണ്ട്, ഓക്സിജൻ ഉണ്ട്. ഈ പറയുന്ന സൾഫ്യൂരിക് ആസിഡ് വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരാളാണ്, ചില്ലറക്കാരനൊന്നും അല്ല അല്ലെ. അപ്പൊ ഈ പറയുന്ന ഹൈഡ്രജനെയും ഓക്സിജനെയും 2:1 എന്നുള്ള റേഷ്യോയില് സൾഫ്യൂരിക് ആസിഡ് അങ്ങോട്ട് എടുത്തോണ്ട് പോകും. ബാക്കി അവിടെ ആരാ ഉള്ളത്? 12 കാർബൺ ഉണ്ട്. 11H2 ആര് കൊണ്ടുപോയി? സൾഫ്യൂരിക് ആസിഡ് കൊണ്ടുപോയി. ഇതാണ് നമ്മുടെ ഇക്വേഷൻ. ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കാം. Which is the black color substance formed during this reaction? ഇവിടെ റിയാക്ഷൻ നടക്കുമ്പോൾ ഉണ്ടാകുന്ന ബ്ലാക്ക് കളർ സബ്സ്റ്റൻസ് ഏത്? ആരാണ്? 12 കാർബൺ ആണ് കേട്ടോ. കാർബൺ ആണ് ഇവിടെ ഉണ്ടാകുന്ന ബ്ലാക്ക് കളർ സബ്സ്റ്റൻസ്. ഓക്കെ, വൈറ്റ് കളറുള്ള പഞ്ചസാര ബ്ലാക്ക് കളർ ഉള്ളതായിട്ട് മാറി. ഓക്കെ, ബ്ലാക്ക് കളർ സബ്സ്റ്റൻസ് ആരാണ്? കാർബൺ ആണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. Which property of concentrated sulfuric acid is shown here? Here എന്നാണ് ഇവിടെ സൾഫ്യൂരിക് ആസിഡിന്റെ ഏത് പ്രോപ്പർട്ടിയാണ് കാണാൻ പറ്റുന്നത്? ഞാൻ പറഞ്ഞു സൾഫ്യൂരിക് ആസിഡിന് ഒരുപാട് കെമിക്കൽ പ്രോപ്പർട്ടീസ്, ഒരുപാട് രാസഗുണങ്ങളെ കുറിച്ച് നമുക്ക് പഠിക്കാനുണ്ട്. അതിൽ കളർ ചേഞ്ച് വരുന്നത് എവിടെ മാത്രമാണ്? ഡിഹൈഡ്രേഷൻ അല്ലെങ്കിൽ നിർജ്ജലീകരണം നടക്കുമ്പോൾ മാത്രമാണ് എന്ത് വരുന്നത്? കളർ ചേഞ്ച് വരുന്നത്. അപ്പൊ ഇവിടെ ഡിഹൈഡ്രേറ്റിംഗ് നേച്ചർ അല്ലെങ്കിൽ നിർജ്ജലീകരണ സ്വഭാവമാണ് ഇവിടെ കാണിക്കുന്നത്. രണ്ട് എക്സാമ്പിൾ നമുക്ക് പഠിക്കാനുള്ള. ഒന്ന് കോപ്പർ സൾഫേറ്റ്, രണ്ടാമത് പഞ്ചസാരയാണ് കേട്ടോ. ഓർത്ത് വെക്കുക, ഇമ്പോർട്ടന്റ് ആണ്. കണ്ടോ, ഇതായിരുന്നു പഞ്ചസാര. സൾഫ്യൂരിക് ആസിഡ് ഇട്ടപ്പോ എന്തായി? ഇങ്ങനെ ബ്ലാക്ക് കളർ സബ്സ്റ്റൻസ് ആയിട്ട് മാറി. ഈ ബ്ലാക്ക് കളർ സബ്സ്റ്റൻസ് ആണ് നമ്മുടെ കാർബൺ. സിമ്പിൾ ആണ്. ഫിഗർ ആണെന്ന് നമുക്ക് മനസ്സിലാവും അല്ലെ. ലബോറട്ടറി പ്രിപ്പറേഷൻ ഓഫ് അമോണിയ. അമോണിയയുടെ പരീക്ഷണശാലയിലെ നിർമ്മാണം കാണിക്കുന്ന ഒരു ഫിഗർ ആണിത്. വാട്ട് ആർ ദ റിയാക്ടൻസ് യൂസ്ഡ്? ഇവിടെ യൂസ് ചെയ്യുന്ന അഭികാരങ്ങൾ ഏതെല്ലാം? ഏതൊക്കെയാണ് അത് പഠിച്ചു വെക്കുക. അമോണിയം ക്ലോറൈഡ് പ്ലസ് കാൽഷ്യം ഹൈഡ്രോക്സൈഡ്. ഇതെന്തായാലും പഠിക്കേണ്ടതാണ് കേട്ടോ. അമോണിയം ക്ലോറൈഡും കാൽഷ്യം ഹൈഡ്രോക്സൈഡും തമ്മിൽ റിയാക്ട് ചെയ്യുമ്പോഴാണ് അമോണിയ ഉണ്ടാവുന്നത്. വൈ കാൽഷ്യം ഓക്സൈഡ് ഈസ് യൂസ്ഡ് ഹിയർ? അതും ചോദിക്കാറുണ്ട്. ഇവിടെ കാൽഷ്യം ഓക്സൈഡ് യൂസ് ചെയ്യുന്നത് എന്തുകൊണ്ട്? ഇവിടെ നമുക്ക് പ്രൊഡക്റ്റ് 3 പ്രൊഡക്റ്റ് ആണ് കിട്ടുക. ഒന്ന് നമ്മുടെ അമോണിയ, രണ്ടാമത്തത് വാട്ടർ, മൂന്നാമത്തത് കാൽഷ്യം ക്ലോറൈഡ്. ഇതിൽ അമോണിയം വാട്ടറും ഗ്യാഷ്യസ് സ്റ്റേറ്റിലാണ് ഉണ്ടാവുക. അമോണിയം വാട്ടറും ഗ്യാഷ്യസ് സ്റ്റേറ്റിലാണുള്ളത്. ഈ ഗ്യാഷ്യസ് സ്റ്റേറ്റിലുള്ള അമോണിയം വാട്ടറും കൂടെ പുറത്തേക്ക് വരും. നമുക്ക് ഇതിൽ ആരാ മതി? അമോണിയം മതി. വാട്ടറിനെ നമ്മൾ കളയണം. വാട്ടറിനെ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വരെ കാൽഷ്യം ഓക്സൈഡ് വെച്ചിട്ടുള്ള ഡ്രൈയിങ് ടവറിലേക്ക് കൂടെ കടത്തി വിടുന്നത്. കാൽഷ്യം ഓക്സൈഡ് ക്യാൻ അബ്സോർബ് വാട്ടർ. കാൽഷ്യം ഓക്സൈഡിന് എന്ത് പറ്റും? വാട്ടറിന്, വേപ്പർ സ്റ്റേറ്റിലുള്ള വാട്ടറിനെ അബ്സോർബ് ചെയ്യാനായിട്ട് പറ്റും. അപ്പൊ ഈ അമോണിയം വാട്ടറും കൂടെ ഒരുമിച്ച് കാൽഷ്യം ഓക്സൈഡിൽ കൂടെ പോകുമ്പോ കാൽഷ്യം ഓക്സൈഡ് വാട്ടറിനെ അബ്സോർബ് ചെയ്യും. പുറത്തേക്ക് വരുന്നത് ആരും മാത്രമായിരിക്കും? അമോണിയം മാത്രമായിരിക്കും കേട്ടോ. അപ്പൊ ഇവിടെ വൈ കാൽഷ്യം ഓക്സൈഡ് യൂസ്ഡ്? ഇവിടെ എന്തുകൊണ്ടാണ് കാൽഷ്യം ഓക്സൈഡ് യൂസ് ചെയ്യുന്നത്? ഇറ്റ് ക്യാൻ ആക്ട് ആസ് എ ഡ്രൈയിങ് ഏജന്റ്. ഇവിടെ കാൽഷ്യം ഓക്സൈഡ് ഒരു ഡ്രൈയിങ് ഏജന്റ് ആയിട്ട് യൂസ് ചെയ്യുന്നു. ഓക്കെ, ഒരു ശോഷകാരകമായിട്ട് ഉപയോഗിക്കുന്നു. മലയാളത്തിൽ എന്താ പറയാ? ശോഷകാരകം. ഇവിടെ കാൽഷ്യം ഓക്സൈഡിനെ ഒരു ശോഷകാരകമായിട്ട് ഉപയോഗിക്കാം, അല്ലെങ്കിൽ ഒരു ഡ്രൈയിങ് ഏജന്റ് ആയിട്ടാണ് ഇവിടെ ഉപയോഗിക്കുന്നത്. വാട്ട് ഈസ് റീസൺ ബിഹൈൻഡ് നോട്ട് കീപ്പിംഗ് ദ ജാർ ഇൻ ദ അപ്വേർഡ് ഡയറക്ഷൻ? നോർമലി ഒരു ടെസ്റ്റ് ട്യൂബ് നേരെയാണ് വെക്കുക. ടെസ്റ്റ് ട്യൂബ് കമഴ്ത്തിയാണ് വെച്ചേക്കുന്നത്. എന്തുകൊണ്ടാണ്? ഈ പറയുന്ന അമോണിയക്ക് എയറിനേക്കാളും ഡെൻസിറ്റി കുറവാണ്. ഓക്കെ, അമോണിയക്ക് വായുവിനേക്കാൾ സാന്ദ്രത കുറവാണ്. അതുകൊണ്ടാണ് ഇൻവേർട്ടഡ് ടെസ്റ്റ് ട്യൂബിൽ കളക്ട് ചെയ്യുന്നത്. Write an experiment to identify the presence of ammonia in the gas jar. അമോണിയ ഗ്യാസ് ജാറിൽ ഉണ്ടായിട്ടുള്ളത് അമോണിയ ആണെന്ന് കൺഫേം ചെയ്യാനുള്ള ഒരു ടെസ്റ്റ് എഴുതാൻ പറഞ്ഞ പോലെ ഒരു പഞ്ചന്റ് സ്മെൽ ഉണ്ടാവും. അമോണിയ ആണെന്ന് ഉറപ്പിക്കാൻ വേണ്ടിയിട്ട് ഒരു റെഡ് ലിറ്റ്മസ് പേപ്പർ കാണിച്ചാൽ മതി. നനഞ്ഞ റെഡ് ലിറ്റ്മസ് പേപ്പർ കാണിക്കുമ്പോൾ ഈ റെഡ് കളറിൽ ലിറ്റ്മസ് പേപ്പർ എന്തായിട്ട് മാറും? ബ്ലൂ കളറായിട്ട് മാറും. ഓക്കെ, അതായത് ബേസിക് നേച്ചറുള്ള അമോണിയ ആണ് ഇവിടെ ഉണ്ടായിട്ടുള്ളതെന്ന് നമുക്ക് കൺഫേം ചെയ്യാനായിട്ട്
പറ്റും. നെക്സ്റ്റ്, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് എ റിവേഴ്സിബിൾ റിയാക്ഷൻ. റിവേഴ്സിബിൾ റിയാക്ഷൻ ഉണ്ടെങ്കിൽ അവിടുത്തെ ആരോ എങ്ങനത്തെ ആയിരിക്കും? ഇങ്ങനെയുള്ള ആരോ ആയിരിക്കും, ഹാഫ് ഹെഡഡ് ആരോ ആയിരിക്കും. അപ്പൊ ഹാഫ് ഹെഡഡ് ആരോ ആണെങ്കിൽ നമുക്ക് ഉറപ്പിക്കാം ഒരു റിവേഴ്സിബിൾ റിയാക്ഷൻ ആണ്. ഇവിടെ നോക്കിയേ, നേരെയുള്ള ആരാണ്, സോ ആരോ ആണ്. അപ്പൊ ഇത് റിവേഴ്സിബിൾ റിയാക്ഷൻ ആയിരിക്കുമോ? ഒരു ഉഭയദിശ രാസപ്രവർത്തനം ആയിരിക്കുമോ? അല്ല. നോക്കാം, ഇത് നോക്കിയേ, അമോണിയം ക്ലോറൈഡ് ഇതൊരു റിവേഴ്സിബിൾ റിയാക്ഷൻ ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. From the given statement, select the correct statement regarding chemical equilibrium. ഇക്വിലിബ്രിയത്തിന് അല്ലെങ്കിൽ സന്തുലനാവസ്ഥയെ സംബന്ധിക്കുന്ന സ്റ്റേറ്റ്മെന്റ് സെലക്ട് ചെയ്തെഴുതാൻ ഇമ്പോർട്ടന്റ് ആണ്, ചോദിക്കാറുണ്ട്. ചില വേർഡുകൾ മാത്രം നമ്മൾ നോട്ട് ചെയ്ത് വെച്ചാൽ മതി. കെമിക്കൽ ഇക്വിലിബ്രിയം ഈസ് സ്റ്റാറ്റിക് ഇൻ നേച്ചർ. രാസസന്തുലനം തന്മാത്രാ തലത്തിൽ നിശ്ചലമാണ്. സ്റ്റാറ്റിക് എന്ന് വെച്ചാല് നിശ്ചലമാണെന്നാണ് അർത്ഥം. ശരിക്കും ഇക്വിലിബ്രിയം എന്ന് പറഞ്ഞാൽ അവിടെ സ്റ്റാറ്റിക് നേച്ചർ ആണോ? അതായത് ഇക്വിലിബ്രിയത്തിൽ ഒരു റിയാക്ഷൻ നടക്കാണ്ടിരിക്കുകയാണോ? അല്ല. ഇക്വിലിബ്രിയം സ്റ്റാറ്റിക് അല്ല, ഇക്വിലിബ്രിയം ഡൈനാമിക് ഇൻ നേച്ചർ ആണ് കേട്ടോ. ഇക്വിലിബ്രിയം എന്ത് നേച്ചർ ആണ്? ഡൈനാമിക് നേച്ചർ ആണ്. അവിടെ കണ്ടിന്യൂസ് ആയിട്ട് റിയാക്ഷൻ നടക്കുന്നുണ്ട്. പക്ഷെ ഫോർവേഡ് റിയാക്ഷന്റെ റേറ്റും ബാക്ക്വേർഡ് റിയാക്ഷന്റെ റേറ്റും ഈക്വൽ ആയിരിക്കും. പുരോപ്രവർത്തനത്തിന്റെ നിരക്കും പശ്ചാത്പ്രവർത്തനത്തിന്റെ നിരക്കും തുല്യമായിരിക്കും. അപ്പൊ നമുക്ക് എന്ത് തോന്നും? ഇവിടെ റിയാക്ഷൻ നടക്കുന്നില്ല എന്ന് ഫീൽ ചെയ്യും. പക്ഷെ ആക്ച്വലി ഇക്വിലിബ്രിയത്തിൽ എന്ത് നടക്കുന്നുണ്ട്? റിയാക്ഷൻ നടക്കുന്നുണ്ട്. ഇക്വിലിബ്രിയം സ്റ്റാറ്റിക് അല്ല, ഡൈനാമിക് നേച്ചർ ആണ്. വേർഡ് ഓർത്തു വെക്കാം. തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ് കേട്ടോ. ബോത്ത് റിയാക്ടന്റ് ആൻഡ് പ്രൊഡക്റ്റ് കോ എക്സിസ്റ്റ്. ശരിയാണ്. ഇക്വിലിബ്രിയത്തില് അഭികാരങ്ങളും ഉൽപ്പന്നങ്ങളും സഹവർത്തിക്കുന്നു, ഒരുമിച്ച് നിൽക്കുന്ന ഒരു സ്റ്റേറ്റ് ആണ്. റിയാക്ടൻസ് ഉണ്ടായിരിക്കും, അവിടെ പ്രൊഡക്റ്റ് ഉണ്ടായിരിക്കും. അങ്ങനെയുള്ള സ്റ്റേറ്റിലാണ് നമ്മൾ ഇക്വിലിബ്രിയം എന്ന് പറയണത്. അത് ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. അടുത്തത്, റേറ്റ് ഓഫ് ഫോർവേഡ് ആൻഡ് ബാക്ക്വേർഡ് റിയാക്ഷൻ ആർ ഈക്വൽ. ശരിയാണ്. ഇക്വിലിബ്രിയത്തില് ഫോർവേഡ് റിയാക്ഷന്റെ റേറ്റും ബാക്ക്വേർഡ് റിയാക്ഷന്റെ റേറ്റും ഈക്വൽ ആയിരിക്കും. പുരോപ്രവർത്തനത്തിന്റെ നിരക്കും പശ്ചാത്പ്രവർത്തനത്തിന്റെ നിരക്കും തുല്യമായിരിക്കും. കെമിക്കൽ ഇക്വിലിബ്രിയം ഈസ് അറ്റൈൻഡ് ഇൻ ആൻ ഓപ്പൺ സിസ്റ്റം. ഈ വേർഡ് ശ്രദ്ധിക്കുക, ഓപ്പൺ സിസ്റ്റം അല്ല കേട്ടോ. ഇക്വിലിബ്രിയം അറ്റൈൻ ചെയ്യാൻ പറ്റുന്നത് ക്ലോസ്ഡ് സിസ്റ്റത്തിലാണ്. ഇക്വിലിബ്രിയം ഈസ് അറ്റൈൻഡ് ഇൻ എ ക്ലോസ്ഡ് സിസ്റ്റം. അപ്പൊ ചില വേർഡ്സ് മാത്രം നമ്മൾ ഫോക്കസ് ചെയ്താൽ മതി. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഹൗ ഡസ് ദ ഫോളോയിങ് കണ്ടീഷൻ എഫക്ട് ദ റിവേഴ്സിബിൾ റിയാക്ഷൻ? താഴെ പറയുന്ന കണ്ടീഷൻസ് റിവേഴ്സിബിൾ റിയാക്ഷൻ എങ്ങനെ എഫക്ട് ചെയ്യുന്നു നോക്കി. മോർ റിയാക്ടൻസ് ആർ ആഡഡ്. ഞാൻ പറഞ്ഞു, അഭികാരങ്ങളുടെ അളവ് അല്ലെങ്കിൽ റിയാക്ടൻസിന്റെ അളവ് കൂട്ടിയാല് ഫോർവേഡ് റിയാക്ഷൻ അല്ലെങ്കിൽ പുരോപ്രവർത്തനം നടക്കും. ഇനി പ്രൊഡക്ട്സ് ആർ റിമൂവ്ഡ്. പ്രൊഡക്റ്റ് റിമൂവ് ചെയ്തെന്ന് വെച്ചാൽ അർത്ഥം പ്രൊഡക്റ്റിന്റെ അളവ് കുറച്ചു. പ്രൊഡക്റ്റിന്റെ അളവ് കുറച്ചാലും എന്ത് ചെയ്യണം? Le Chatelier പ്രിൻസിപ്പിൾ അനുസരിച്ച്, Le Chatelier തത്വം അനുസരിച്ച് സിസ്റ്റം പ്രൊഡക്റ്റിന്റെ അളവ് കൂട്ടാൻ ശ്രമിക്കും. പ്രൊഡക്റ്റിന്റെ അളവ് കൂട്ടാനുള്ള ഏക വഴി എന്താ? ഉള്ള റിയാക്ടൻസിനെ പ്രൊഡക്റ്റ് ആക്കി മാറ്റാം, അതായത് ഫോർവേഡ് റിയാക്ഷൻ നടത്താം. അപ്പൊ ഇത്രയേ ഉള്ളൂ. റിയാക്ടൻസിന്റെ അളവ് കൂട്ടിയാൽ ഫോർവേഡ് റിയാക്ഷൻ നടക്കും, പ്രൊഡക്റ്റിന്റെ അളവ് കുറച്ചാലും ഫോർവേഡ് റിയാക്ഷൻ നടക്കും, അതായത് പുരോപ്രവർത്തനം നടക്കും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. An incomplete flow chart of the industrial preparation of sulfuric acid is given. സൾഫ്യൂരിക് ആസിഡിന്റെ വ്യാവസായിക നിർമ്മാണം കാണിക്കുന്ന ഒരു ഫ്ലോ ചാർട്ട് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഇമ്പോർട്ടന്റ് ആണ്. നോക്കാം. സൾഫറിലേക്ക് ഈ ഓക്സിജൻ ആഡ് ചെയ്തു. അപ്പൊ എന്താ പറ്റുക? സൾഫറും ഓക്സിജനും തമ്മിൽ റിയാക്ട് ചെയ്തിട്ട് സൾഫർ ഡയോക്സൈഡ് ഉണ്ടായി. ഈ സൾഫർ ഡയോക്സൈഡ് കൂടുതൽ ഓക്സൈഡ് ആയിട്ട് റിയാക്ട് ചെയ്യും. ഇതൊരു റിവേഴ്സിബിൾ റിയാക്ഷൻ ആണ്. ഇതൊരു കാറ്റലിസ്റ്റിന്റെ പ്രസൻസിലാണ് നടക്കുന്നത്. 450 ഡിഗ്രി സെൽഷ്യസിലാണ് നടക്കുന്നത്. അപ്പൊ നമുക്ക് സൾഫർ ഡയോക്സൈഡ് ഉണ്ടായി. ഈ സൾഫർ ഡയോക്സൈഡിനെ ഓൾറെഡി ഉണ്ടാക്കി വെച്ചിട്ടുള്ള സൾഫ്യൂരിക് ആസിഡ് ഡിസോൾവ് ചെയ്യുമ്പോൾ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് കിട്ടും. അതാണ് H2S2O7. ഇതിനെ നമ്മൾ ഒലിയം എന്നാണ് വിളിക്കുക. ഈ ഒലിയത്തിനെ വെള്ളത്തിൽ ഡൈലൂട്ട് ചെയ്ത്, വെള്ളം ഒഴിച്ച് ഡൈലൂട്ട് ചെയ്യുമ്പോഴാണ് നമുക്ക് ആരെ കിട്ടുന്നത്? നമ്മുടെ സൾഫ്യൂരിക് ആസിഡിനെ കിട്ടണത്. അത്രേ ഉള്ളൂ. നോക്കാം. നെയിം ദ പ്രോസസ് ഓഫ് ഇൻഡസ്ട്രിയൽ പ്രിപ്പറേഷൻ ഓഫ് സൾഫ്യൂരിക് ആസിഡ്. വളരെ ഇമ്പോർട്ടന്റ് ആണ്. സൾഫ്യൂരിക് ആസിഡിന്റെ വ്യാവസായിക നിർമ്മാണം എന്ത് പേരിൽ അറിയപ്പെടുന്നു? പ്രത്യേക പേരാണ്. എന്താണ്? കോണ്ടാക്ട് പ്രോസസ് ആണ്. എന്താണ് അറിയപ്പെടുക? കോണ്ടാക്ട് പ്രോസസ് എന്നുള്ള പേരിലാണ് അറിയപ്പെടുന്നത്. ഐഡന്റിഫൈ. എക്സ് നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. എക്സ് എന്ന് വെച്ചാൽ എന്താണ്? SO2 ആണ്. Y എന്താണ്? നമ്മുടെ ഒലിയം H2S2O7 ആണ്. അത് കിട്ടി. വിച്ച് ഇസ് ദ കാറ്റലിസ്റ്റ് യൂസ് ഇൻ ദിസ് പ്രോസസ്. വളരെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. 1-2 പ്രാവശ്യമൊക്കെ ചോദിച്ചിട്ടുണ്ട്. എന്താണ് ഇവിടെ യൂസ് ചെയ്യുന്ന കാറ്റലിസ്റ്റ് അല്ലെങ്കിൽ ഉൾപ്രേരകത്തിന്റെ പേരാണ് V2O5 vanadium pentoxide. അടുത്ത നോക്കാം. വിച്ച് ഈസ് ദ ആസിഡ് പ്രൊഡ്യൂസ്ഡ് ബൈ ദിസ് റിയാക്ഷൻ of concentrated sulfuric acid with KNO3. Concentrated sulfuric acid, ഗാഢ സൾഫ്യൂരിക് ആസിഡ് പൊട്ടാസ്യം നൈട്രേറ്റ് ആയിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ കിട്ടുന്ന പ്രൊഡക്റ്റ് ഏത്? ഓൾറെഡി പറഞ്ഞ കാര്യമാണ്. സൾഫ്യൂരിക് ആസിഡ് കിങ് ഓഫ് ആസിഡ്സ് എന്നുള്ള പേരിലാണ് അറിയപ്പെടുന്നത്. NO3 ഉള്ള ആരായിട്ട് സൾഫ്യൂരിക് ആസിഡ് റിയാക്ട് ചെയ്താലും നൈട്രിക് ആസിഡിന് കിട്ടും.
ബാക്കി ഇവിടെ ആരൊക്കെ ഉണ്ട്? ഒരു K ഉണ്ട്, H ഉണ്ട്, S. ഓക്കെ, അപ്പൊ NO3 ഉള്ള ഏത് ആളായിട്ടും സൾഫ്യൂരിക് ആസിഡ് റിയാക്ട് ചെയ്താൽ NO3 ഉള്ള ആസിഡ് കിട്ടും, ഓർത്ത് വെക്കുക കേട്ടോ. അപ്പൊ നമ്മള് 5ാമത്തെ ചാപ്റ്ററിലുള്ള വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള എക്സാമിന് ഉറപ്പായിട്ടും ചോദിക്കുന്ന ഒരുപടി ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ചെയ്ത് നോക്കിയത്. നിങ്ങൾ എന്ത് ചെയ്യുക, ജസ്റ്റ് വീഡിയോ കണ്ടു നോക്കാണ്ട് ക്വസ്റ്റ്യൻസ് ഒക്കെ ആൻസർ ചെയ്ത് നോക്കുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ടീച്ചറോട് ചോദിക്കുക കേട്ടോ. ഓക്കെ, അപ്പൊ എല്ലാവരും അടിപൊളിയായിട്ട് എക്സാം എഴുതാം. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.